സോ ഹായ് ഗായ്സ്, എം ക്യു ഹിയർ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ പേഴ്സണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ലൈക്ക് ഞാനിനി മുന്നോട്ട് ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന എൻ്റെ പേഴ്സണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. എൻ്റെ സ്ട്രാറ്റജിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 15 മിനിറ്റ് OBയിൽ 2 തവണ മാർക്കറ്റ് ടാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു തവണ ഇവിടെ മാർക്കറ്റ് ടാപ്പ് കിട്ടി, രണ്ടാമത്തെ തവണ ഇവിടെ മാർക്കറ്റ് ടാപ്പ് കിട്ടി, അവിടെ 2 തവണ മാർക്കറ്റ് ടാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് അവിടുന്ന് എൻട്രി പ്ലേസ് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുന്നു, ആ ഓർഡർ ബ്ലോക്കിന് മേലെ പ്ലേസ് ചെയ്യുന്നു ആൻഡ് 1:2 ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ സ്ട്രാറ്റജി. സോ ഞാനിനി ഇതൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് മാർക്കറ്റ് ട്രെൻഡാണ്. മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് മൂവ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി സെല്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലാണ്. സോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ആൻഡ് എങ്ങനെയാണ് ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ 3 ക്യാൻഡിൽസ് കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ഇത്, സെക്കൻഡ് ക്യാൻഡിൽ ഇത്, തേർഡ് ക്യാൻഡിൽ ഇത്. ഈ 3 ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് ക്യാൻഡിലും ലാസ്റ്റ് ക്യാൻഡിലും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഈ 3 ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് ക്യാൻഡിലും ലാസ്റ്റ് ഫോമായ ക്യാൻഡിലും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ക്യാൻഡിലിൻ്റെ ഇവിടുത്തെ വിക്കും ആൻഡ് ലാസ്റ്റ് ഫോമായ ക്യാൻഡിൽ ഇവിടുത്തെ വിക്കും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ സ്പേസ് ഞാൻ മാർക്ക് ചെയ്ത സ്പേസ്, ഈ സ്പേസിനാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഒരു 3 ക്യാൻഡിൽസിൻ്റെ ഇടയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മുടെ OB എന്ന് പറയുന്നത്. അതായത് ഈ ക്യാൻഡിലാണ് നമ്മൾ OB ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ആവശ്യമില്ല. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ നിങ്ങൾക്ക് എന്താണ് OB എന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ആവശ്യമില്ല. അതായത് ഈ 3 ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇത്, സെക്കൻഡ് ഫോമായ ക്യാൻഡിൽ ഇത്, തേർഡ് ഫോമായ ക്യാൻഡിൽ ഇത്. ഈ 3 ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെയും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുക. അങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ള ക്യാൻഡിൽസിൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. സോ നിങ്ങൾ ഈ 3 ക്യാൻഡിലൊന്ന് നോക്കിക്കേ. അതായത് ഫസ്റ്റത്തെ ക്യാൻഡിൽ ഇത്, രണ്ടാമത്തെ ക്യാൻഡിൽ ഇത്, മൂന്നാമത്തെ ക്യാൻഡിൽ ഇത്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ഇത്, ഫസ്റ്റ് ഫോമായ ക്യാൻഡിൽ ഇത്, രണ്ടാമത് ഫോമായ ക്യാൻഡിൽ ഇത്, മൂന്നാമത് ഫോമായ ക്യാൻഡിൽ ഇത്. ഈ 3 ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കും ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കും തമ്മിലൊരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ സ്പേസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കും ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കും, ഈ സ്പേസിനാണ് നമ്മൾ എന്ത് പറയുക? ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, ഈ സ്പേസിനാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ള 3 ക്യാൻഡിൽസിൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്യാൻഡിലാണ്, അതായത് ഫസ്റ്റ് ഫോമായ ക്യാൻഡിലാണ് നമ്മളെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഇനി നമ്മൾ എങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജി പ്രകാരം ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യാം? ഇന്ന് 3-ാം തീയതി എടുത്ത ട്രേഡിനെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റ് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ ചാർട്ട് ഇപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ആൻഡ് രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം മാർക്കറ്റ് ട്രെൻഡാണ്. ഇവിടെ എന്ത് ക്ലിയറാണ്? മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു സെല്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലാണ്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 6:30 മണിക്ക് ഫോമായ 15 മിനിറ്റ് ക്യാൻഡിലാണിത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഈ 3 ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഇത്, സെക്കൻഡ് ക്യാൻഡിൽ ഇത്, തേർഡ് ക്യാൻഡിൽ ഇത്, ഈ 3 ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കും തേർഡ് ക്യാൻഡിലിൻ്റെ വിക്കും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കും തേർഡ് ക്യാൻഡിലിൻ്റെ വിക്കും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുക? ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ദെൻ അങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ള 3 ക്യാൻഡിൽസിലെ ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മളെ 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് സോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് സോൺ.
ആൻഡ് നമ്മൾ ഇങ്ങനെ ഒരു 15 മിനിറ്റ് OB ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ നമ്മുടെ ചാർട്ട് 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ 15 മിനിറ്റ് സോണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് സോണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാർട്ട് 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് താഴെ പോയ മാർക്കറ്റ് തിരിച്ച് കയറി വന്ന് നമ്മുടെ ഓർഡർ ബ്ലോക്ക് സോണിൽ ടാപ്പ് തരാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. താഴെ പോയ മാർക്കറ്റ് നേരെ തിരിച്ചു വന്ന് നമ്മുടെ ഓർഡർ ബ്ലോക്ക് സോണിൽ ഫസ്റ്റ് ഒരു ടാപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാപ്പ്. അതായത് ആദ്യം മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റോടെ താഴേക്ക് പോയി, അവിടെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് സോൺ ക്രിയേറ്റ് ആയി. ദെൻ ആ താഴെ നിന്നും മാർക്കറ്റ് നേരെ തിരിച്ചു വന്ന് നമ്മുടെ സോണിൽ ഫസ്റ്റ് ടാപ്പ് തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാപ്പ്. അങ്ങനെ ഫസ്റ്റ് ടാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് ഒന്നും കൂടി താഴേക്ക് മൂവായി വീണ്ടും രണ്ടാമതൊരു ടാപ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മാർക്കറ്റ് ഫസ്റ്റ് ടാപ്പിന് ശേഷം വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും റിവേഴ്സായി നമ്മുടെ ഓർഡർ ബ്ലോക്ക് സോണിൽ തന്നെ വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചാർട്ട് ഒന്ന് ചെറുതാക്കി കാണിച്ചു തരാം. ലൈക്ക് ഇതാണ് നമ്മുടെ 15 മിനിറ്റ് OB സോണ്. മാർക്കറ്റ് വലിയൊരു മൊമെൻറ്റത്തോടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് പോയി. ദെൻ വീണ്ടും റിവേഴ്സായി ഫസ്റ്റ് ടാപ്പ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് സോണിൽ നമുക്ക് തന്നു. വീണ്ടും മാർക്കറ്റ് താഴേക്ക് മൂവ്മെൻറ്റ് തന്ന് വീണ്ടും റിവേഴ്സായി നമുക്കിവിടെ സെക്കൻഡ് ടാപ്പ് കിട്ടി. സോ ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് ടാപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാപ്പ് കിട്ടി, ദെൻ സെക്കൻഡ് ടാപ്പ് കിട്ടി. ഇങ്ങനെ 2 ടാപ്പ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളുടെ എൻട്രി ക്രൈറ്റീരിയ മീറ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ടാപ്പിന് ശേഷം 1 മിനിറ്റിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊരു റിജക്ഷൻ ക്യാൻഡിലാണ്. ഈ റിജക്ഷൻ ക്യാൻഡിലിൽ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മുടെ എന്ത് ചെയ്തു, നമ്മുടെ സോണിൻ്റെ പുറത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചു. ദെൻ 1:2 ടാർഗറ്റ് ചെയ്തു. ഇവിടെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മുടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇന്ന് 3-ാം തീയതി എടുത്ത ഒരു ട്രേഡാണ്. ഇതുപോലെ വേറൊരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ എൻട്രി വരുന്ന സോണ്. ഏകദേശം 3-ാം തീയതി രാവിലെ 6:15 ക്രിയേറ്റ് ആയ ക്യാൻഡിലാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 ക്യാൻഡിൽസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഫസ്റ്റ് ക്യാൻഡിലെ വിക്കും ലാസ്റ്റ് ക്യാൻഡിലെ വിക്കും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് സോണ്? ഈ ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മുടെ 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് സോൺ. ഓക്കെ, സോ ഇങ്ങനെ ഓർഡർ ബ്ലോക്ക് സോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മുടെ ചാർട്ട് 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇങ്ങനെ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ സോണിലേക്ക് തിരിച്ചു വന്ന് ഫസ്റ്റ് ടാപ്പ് തരണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റ് നമ്മുടെ സോണിൽ ഫസ്റ്റ് ടാപ്പ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഫസ്റ്റ് ടാപ്പ്. ദെൻ മാർക്കറ്റ് ചെറിയൊരു മൂവ്മെൻറ്റ് താഴേക്ക് തന്ന് വീണ്ടും നമ്മുടെ സോണിലേക്ക് എൻ്ററായി വീണ്ടും ഒരു ടാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായി, നമ്മുടെ സെക്കൻഡ് ടാപ്പും അവിടെ മീറ്റായി. പിന്നീട് ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി പ്ലേസ് ചെയ്യാം. അതായത് ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി ആൻഡ് നമ്മുടെ സോണിൻ്റെ പുറത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു ആൻഡ് 1:2 ടാർഗറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ആ ടാർഗറ്റും സിമ്പിളായിട്ട് ഹിറ്റായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ 2 ട്രേഡ്സ് നമ്മളെ സിമ്പിൾ സ്ട്രാറ്റജി വെച്ച് നമുക്ക് 2ഉം TP കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഈ ട്രേഡ്സ് എല്ലാം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാറുണ്ട്. ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. ലൈക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം, എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. അതുപോലെ തന്നെ ഞാൻ ഏകദേശം 6 മാസത്തെ ഡാറ്റ എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 118 ട്രേഡ്സാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഏകദേശം 43% മാത്രമാണ് ഈ സ്ട്രാറ്റജിക്ക് വിൻ റേറ്റ് ഉള്ളത്. അതായത് ഏകദേശം 51 ട്രേഡ്സാണ് ടാർഗറ്റ് ഹിറ്റായതും 67 ട്രേഡ്സാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായതും. 1:2 റിസ്ക് റിവാർഡിൽ വെറും 43% മാത്രമാണ് ഈ സ്ട്രാറ്റജിക്ക് വിൻ റേറ്റ് ഉള്ളത്. സോ നിങ്ങളും ഈ സ്ട്രാറ്റജി ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്ട്രാറ്റജി ചൂസ് ചെയ്യുക. ആൻഡ് മാർക്കറ്റിൽ നിലവിലുള്ള സ്ട്രാറ്റജികളെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല, വളരെ സിമ്പിൾ ആൻഡ് ബേസിക് സ്ട്രാറ്റജിയാണ്. ആർക്കും സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ സെറ്റപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്യാം. ആൻഡ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങളെല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാം. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ സെറ്റപ്പ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.